നമസ്കാരം. നമ്മളിപ്പോ വീണ്ടും നിൽക്കുന്നത് വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക ഭൂപടത്തിൽ ഇടം നേടിയ സ്ഥലം വിഴിഞ്ഞം. പക്ഷെ ഇന്ന് ലോകം മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പ്. കാരണം 3 രാഷ്ട്രീയ പാർട്ടികൾക്കും ഇനി വരാൻ പോകുന്ന ഒരാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പരിചയപ്പെടാം ഇതാരാണെന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? ഹിസാൻ ഹുസൈൻ. ഏത് പാർട്ടിക്കൂടെ മത്സരിക്കുന്നത്? പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. സ്വതന്ത്രനാണ്. ഓക്കെ. മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. താങ്കൾ വിജയിക്കുകയാണെങ്കിൽ 3 മുന്നണിക്കും ആവശ്യമുണ്ട് സ്വതന്ത്രനെ. താങ്കൾ വിജയിക്കുക എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഇല്ല. ഇവിടെ ഞങ്ങളെ വിജയിക്കുകയുള്ളൂ. അതൊരു മറുചോദ്യമല്ല. കാരണം നിങ്ങൾക്ക് ഇവിടുത്തെ പൾസ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വോട്ടുള്ള വർക്ക് ചെയ്യുന്ന ഈ വാർഡിനകത്ത് വർക്ക് ചെയ്യുന്നത് നമ്മൾക്കൊപ്പമാണ്. ഇവിടെ പാർലമെന്റ് എംപിമാര് പാലക്കാട് നിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ കൊണ്ടുവന്ന് ഇവിടെ വർക്ക് ചെയ്തിട്ട് അവർക്ക് വോട്ടില്ല. ഇവിടെ വോട്ട് ആരിടണം ആർക്കിടണം എന്ന് തീരുമാനിക്കുന്നത് ഈ വാർഡിലെ ജനങ്ങളാണ്. ആ വാർഡിലെ ജനങ്ങൾക്ക് ശക്തമായിട്ടും വ്യക്തമായിട്ടും അറിയാം, മുൻ അഴിമതിക്കാരെ ആരെയും അവർക്ക് വേണ്ട, വർഗീയവാദികൾ അവർക്ക് വേണ്ട, അവർക്ക് വേണ്ട അവരിൽ ഒരാളാണ്. ജയിച്ചു വരുന്ന വ്യക്തി ആരായാലും, പ്രത്യേകം സ്വതന്ത്രനാണ് ജയിക്കുന്നത്. 3 മുന്നണിക്കും വളരെ പ്രധാനപ്പെട്ട വ്യക്തി. 100%. 50 51 ആക്കാനും 29 30 ആക്കാനും 17 18 ആക്കാനും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക്. അപ്പൊ താങ്കൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും കൂടെ ചേരാൻ തയ്യാറുണ്ടോ? മതേതരത്വമായിട്ടൊരു മുന്നണി വരികയാണെന്നുണ്ടെങ്കിൽ ആ മുന്നണിക്കൊപ്പം ഉണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. നമ്മുടെ ഈ ജനങ്ങളൊക്കെ മതേതരത്വം ആഗ്രഹിക്കുന്നവരാണ്. എന്ത് തന്നെ ആയാലും വർഗീയതയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നത്. ശരി, വരാൻ പോകുന്ന 5 വർഷക്കാലം താങ്കൾ ഈ വാർഡിന് വേണ്ടി നൽകുന്ന എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാവും? പ്രധാനപ്പെട്ട അവരുടെ വാഗ്ദാനങ്ങൾ പറയാം. തൊഴിലില്ലായ്മ. ഹാർബറിൽ ഈ വാർഡിനകത്തുള്ള ചെറുപ്പക്കാർ തുച്ഛമായ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. നമ്മളെ പ്രദേശത്താണ് ഈ ഹാർബർ കിടക്കുന്നത്. ഈ വാർഡിലെ ചെറുപ്പക്കാർ ഇന്നും വിദേശത്തും കടൽപ്പണികളായിട്ടും മറ്റു ജോലികളായിട്ടാണ് പോകുന്നത്. ഹാർബറിനകത്ത് ഈ വാർഡിലുള്ള ഒരു 5-നകത്തുള്ള ചെറുപ്പക്കാരെ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് അങ്ങനെയല്ല. ഹാർബറോട് വരുമ്പോഴേക്കും ഗവൺമെൻറ്റും അദാനി ഗ്രൂപ്പും നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ അതായിരുന്നില്ല. ആ വാഗ്ദാനങ്ങളെ തിരുത്തി എഴുതും. അവരെന്താണ് വാഗ്ദാനം നൽകിയത് അത് നമ്മൾ നേടിയെടുത്തിരിക്കും. 1. രണ്ടാമത്തത് കുടിവെള്ള പ്രശ്നം. 3-മത്തത് നമ്മൾ ഈ പറയുന്ന പാവപ്പെട്ട ഒത്തിരി ജനങ്ങളുണ്ട് ഇവിടെ. അവിടെ സ്വന്തമായിട്ടൊരു ഭവനമില്ലായ്മ. അതിൽ കാര്യങ്ങൾ നമ്മൾ പരിഹരിക്കും. പിന്നെ വിദ്യാഭ്യാസം. ചെറുപ്പക്കാർക്ക് ഒത്തിരി പേർക്ക് അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തീരദേശ മേഖലയാണ്, അവർക്കുള്ള വിദ്യാഭ്യാസം അതിന് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത? ഞാൻ +2, അതിനുശേഷം കമ്പ്യൂട്ടർ ഡിപ്ലോമ ചെയ്ത വ്യക്തിയാണ്. പിന്നെ അതിനുശേഷം കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ IT മേഖലയിൽ വിദഗ്ധനാണ്? അതെ, IT മേഖലയിൽ വിദഗ്ധനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഞാൻ ഇങ്ങനെ വന്നാൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും താങ്കൾക്ക് മറ്റെന്തെങ്കിലും പ്രോജക്റ്റുകൾ, അതായത് എനിക്ക് ഈ വാർഡിനകത്ത് ഇങ്ങനെ സംഭവം കൊണ്ട് നന്നായിരിക്കും എന്നൊരു മനസ്സിന്റെ സംഭവം കാണുമല്ലോ. തീർച്ചയായിട്ടും. ഈ അണികൾക്ക് മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ, ഞങ്ങളോട് അറിയുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്കിപ്പോൾ ഈ വാർഡിനകത്ത് ആദ്യം നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നടവഴികൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടുണ്ടായിരിക്കും. ഈ വാർഡ് ഇന്നും ഇത് നഗരസഭയുടെ കീഴിലാണെങ്കിലും ഇതിന്നും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും ഇത് ഒരു 70% പൊതുവഴികൾ സന്ധ്യയ്ക്ക് ശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുട്ടും അന്ധകാരത്തിലാണ്. അതിനെ മാറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ഒത്തിരി മത്സ്യത്തൊഴിലാളികൾ കടൽക്ഷോഭങ്ങളിലും മറ്റും പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വാഗ്ദാനങ്ങൾ പാലും തേനും ഒഴുക്കാമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. വിജയാശംസകൾ.